എല്ലാ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്കും എന്നോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രഞ്ജിത്താർക്ക് തരവ സാറാണ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ലാസ്സുകളിലൂടെയൊക്കെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് സാർ വന്നൊരാളാണ്. സാറിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അധ്യാപകനെ പുറമെ, അധ്യാപകൻ എന്ന ആ ഒരു ഉത്തരവാദിത്തത്തിന് പുറമെ സാറ് പുതിയൊരു ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അതിലൊന്ന്, നമ്മുടെ എൻട്രിയുടെ ടീച്ചിങ് എക്സാമുകളുടെ ഒരു അക്കാഡമിക് ലെവലിലേക്ക്, അക്കാഡമിക് ഹെഡ് എന്ന പൊസിഷനിലേക്ക് സാറിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് ഒരു ക്ലാസ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന രഞ്ജിത്താർക്ക് തഴവ സാറ് വിദ്യാർത്ഥികളോട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് സാർ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന, സാറ് നേതൃത്വം കൊടുക്കുന്ന HSA ഇംഗ്ലീഷ് കോഴ്സ്, പല വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് HSA ഇംഗ്ലീഷ്. അതേപോലെ തന്നെ ഇപ്പം സെറ്റ് പോലെയുള്ള ക്വാളിഫയിങ് എക്സാം, ടീച്ചിങ് ക്വാളിഫയിങ് എക്സാമുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് സാറിൻ്റെ പ്ലാനുകളൊന്നും, സാർ എന്താണ് വിദ്യാർത്ഥികൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. സാറേ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് സാർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? ഓക്കെ, നമ്മുടെ കോഴ്സിനെ പറ്റി പറയാം. ആദ്യമായിട്ട് നമുക്കിപ്പം നിലവിൽ ടീച്ചിങ് കോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് HSA ഇംഗ്ലീഷ്, എല്ലാ HSA വിഷയങ്ങളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ ഗംഭീരമായി തന്നെ HSA ഇംഗ്ലീഷ് കോഴ്സുകളും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 2025 ആദ്യം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു നല്ല ടീമുണ്ട്. ഒരു 8ഓളം അധ്യാപകരുടെ ടീമാണ് HSA ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഈ സെറ്റ് കോഴ്സിനും ഇതേ ടീമിനെ ഉപയോഗിച്ച് കുറച്ചധികം ഫാക്കൽറ്റികൾ കൊണ്ടുവന്ന് നമ്മൾ ലോഞ്ച് ചെയ്തു. കോഴ്സ് ആൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. സെറ്റ് ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങളുടെയും 6ഓളം വിഷയങ്ങളുടെ സെറ്റ് കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. HSA പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മെൻറ്റർഷിപ്പ് ബാച്ച് നടക്കുന്നുണ്ട്, നോർമൽ ബാച്ച് നടക്കുന്നുണ്ട്. മെൻറ്റർഷിപ്പ് ബാച്ചിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ഏകദേശം 150ഓളം ആൾക്കാർ ഇപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ ലൈവ് ക്ലാസ്സുകളിലൂടെയും, കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെയും, മോക്ക് ടെസ്റ്റുകളിലൂടെയും, റിവിഷൻ ടെസ്റ്റുകളിലൂടെയും, ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയും, അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയൊക്കെ ഉദ്യോഗാർത്ഥികളെ അവരുടെ അധ്യാപക ജീവിതത്തിലേക്ക് എത്തിക്കുക, അധ്യാപകരാകുന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ടീച്ചർമാരും ഒരുപോലെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും അവിടെ പക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ സെറ്റ്, നമുക്ക് വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. 6 മാസം കൂടെ വരെ പരീക്ഷ വരുന്നുണ്ട്. നമുക്ക് ഈ HSA ആയാലും സെറ്റ് ആയാലും ഒരുപാട് പേരെ കൈപിടി ചേർത്താൻ കഴിഞ്ഞൊരു ചരിത്രം നമുക്കുണ്ട്. ഇപ്പോൾ HSAയിൽ 300ഓളം ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഓരോ വർഷവും സെറ്റ് പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നു. ആ കോഴ്സിൽ തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്ന ആ ശതമാനം മാർക്ക്, അത്ര ശതമാനം മാർക്ക് വേണമല്ലോ. ഇപ്പോൾ ജനറൽ പേപ്പറിന് 40%, മെയിൻ പേപ്പറിന് 40%, രണ്ടും കൂടെ ചേർത്ത് 48%. അത് ഈസി ആയിട്ട് അവരെ എത്തിക്കാൻ തക്കവണ്ണമുള്ള കോഴ്സാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമ്മളെ തുടക്കത്തിലെ ഒരു പ്രസിയായിട്ട് തന്നെ ചുമ്മാ വാരി വലിച്ച് പഠിപ്പിക്കാതെ പരീക്ഷാ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലെ അധ്യാപകർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എൻട്രിയിലൂടെ ഞാൻ പഠിപ്പിച്ചത് PSC ഉദ്യോഗാർത്ഥികളെയാണ്. അവിടെ നമ്മൾ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അധ്യാപകനാകുക, ഒരു അധ്യാപകൻ കുറേ ആൾക്കാരുടെ അധ്യാപകരാകുക എന്നുള്ള സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്താനാണ് ഞാൻ എൻ്റെ ഈ ഉത്തരവാദിത്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സാർ, ഈ ഒരു അധ്യാപകനിൽ നിന്നും ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുമ്പോൾ സാറിന് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ? തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ നമുക്കൊരു വെല്ലുവിളിയുണ്ട്. തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പം PSC, ഇപ്പം എൻ്റെ അവിടുത്തെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. ഇപ്പം ഗ്രാമർ പഠിപ്പിക്കുക ഒക്കെ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വരുമ്പം നമ്മൾ അധ്യാപകരെ കോർഡിനേറ്റ് ചെയ്യണം, നമ്മൾ മെന്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യണം, ഭാഗത്തുനിന്ന് ചിന്തിക്കണം. ഈ ഒരു PSC പോലുള്ള ഒരു ഓഡിയൻസ് അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വരുന്നവരെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇന്റലക്ച്വൽ ലെവലിലും അവർ അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകൾ പോലും അവർ സഹിക്കത്തില്ല. അവർ പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മളത് പരിഹരിച്ചാൽ നമുക്കറിയാം, നമ്മൾ അവരോട് പറയുന്ന ഇതാണ്, നിങ്ങളും അധ്യാപകരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ സജഷൻസ് അനുസരിച്ച് കോഴ്സിൽ നമ്മൾ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുക അവസാനം വരെ. പിന്നെ ഈ കോഴ്സുകളെല്ലാം ഇപ്പം സെറ്റ് എന്ന് പറയുന്നത് ഇപ്പം ജനുവരി പരീക്ഷ വരും. പക്ഷേ HSA എന്ന് പറയുന്നത് ചിലപ്പോൾ അനന്തമായിട്ട് നീണ്ടു പാസ്സായതുകൊണ്ട് നമ്മളൊരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിലും പരീക്ഷ വരെ അവരെ ട്രെയിൻ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് സാറ് നേരത്തെ പറഞ്ഞ ഓഡിയൻസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് 20 മാർക്ക് കൂടി വന്നാൽ, അല്ലെങ്കിൽ 10 മാർക്ക് ഇംഗ്ലീഷ് വരുന്നിടത്ത് ഒരു ഇംഗ്ലീഷ് അധ്യാപകരാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ സാർ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്രിയേഷൻ ഒക്കെ എങ്ങനെയാണ്? നമ്മളത് നല്ല മാക്സിമം എക്സാമുകൾ കൂടുതൽ അവർക്കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നില്ലേ?
ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം നമ്മുടെ അധ്യാപകർ എല്ലാവരും കൂട്ടായിട്ട് എടുത്തൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ HSCയുടെ കാര്യത്തിലായിക്കോട്ടെ, സെറ്റ് 2 ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വലിയ ഘടകമാണ്. എന്നാൽ എല്ലാ ടീച്ചേഴ്സിന്റെയും മറുവശത്തിലെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലെ പാറ്റേണിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനും അവിടെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ PSCയിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നതുപോലെ തന്നെ ഇവിടെയും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു ഉദാഹരണം പറയാം. ഒരു കഥാപാത്രം വേറൊരു കഥാപാത്രത്തെ എവിടെ വെച്ച് കണ്ടുമുട്ടി, ആ സ്ഥലത്തിന്റെ പേര് വരെ ചോദ്യം. അത്രമാത്രം കാര്യങ്ങൾ വരെ ഈ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ. അപ്പോൾ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു വലിയ ഭാഗമാക്കി മാറ്റാൻ 2 ഘട്ടവും തീരുമാനിച്ചു. നമ്മൾ ഇനിയിപ്പം നമ്മൾ നെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും, അതുപോലെ KTET, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. ഇത് ഒരാളെടുത്ത തീരുമാനമല്ല, എല്ലാ അധ്യാപകരും മീറ്റിങ്ങിലൂടെ തീരുമാനിച്ച കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് സാറേ സോഴ്സ് അങ്ങനെ ഇപ്പം എവിടെ നിന്നാണ് നമ്മുടെ സോഴ്സ് വരുന്നത്? ഇപ്പൊ HSC ഇംഗ്ലീഷ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സെറ്റ് ചോദ്യങ്ങളിലൊക്കെ സോഴ്സസ് എങ്ങനെയാണ് അധ്യാപകർ? വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന HSCക്കായാലും സെറ്റിനായാലും വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. സെറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഒരുപാട് ഉണ്ട്. HSC എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ്, പക്ഷേ സെറ്റിന്റെ കാര്യത്തിൽ ഒരുപാടുണ്ട്. എങ്കിലും ഈ ഇംഗ്ലീഷിന്റെ കാര്യത്തിലായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരള യൂണിവേഴ്സിറ്റിയുടെ PG സിലബസ് ആണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സെറ്റ് നെറ്റ് കിട്ടിയ ഒരാളാണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ. എനിക്കത് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷമാണ് എനിക്കിത് കിട്ടുന്നത്. ഞാനൊരു കോച്ചിങ്ങിനും പോയതല്ല. അതുകൊണ്ട് എനിക്കറിയാം ഇത് ചോദിക്കുന്നതെല്ലാം ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ PG സിലബസ് ആണ്. അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ആധാരമായിട്ട് എടുക്കാൻ പോകുന്നത്. പിന്നെ എല്ലാ അധ്യാപകരും നേരത്തെ പഠിപ്പിച്ച് പരിചയമുള്ളവരാണ്. എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർ ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എത്ര വലിയ മാർക്ക് മേടിച്ച ഒരാളാണെങ്കിലും ഒരു അധ്യാപകന്റെ ഗൈഡൻസോട് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ജോലി പകുതി എളുപ്പമാവും. അവൻ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഒറ്റയ്ക്ക് പഠിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് പഠിച്ച് നേടുന്നവരുണ്ട്, പിന്നെ തുടക്കക്കാർ. ഈ തുടക്കക്കാരെന്ന് സെറ്റിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും PG ലാസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലോട്ട് കടന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ സെറ്റ് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അവരെ ആ വലിയ ഓഡിയൻസിനെ നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഠിക്കുന്ന സാധനം തന്നെയാണ്, ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. എന്തായാലും സാർ പറഞ്ഞതുപോലെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സാറിനും സാറ് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നും പറയാനില്ല. അവിടെ സാർ ഓൾറെഡി നമ്മൾ കുട്ടികൾ ഇംഗ്ലീഷ് മാർക്ക് പലർക്കും 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു വിഷയം അവിടുത്തെ പോലെ അല്ല. അവിടുത്തെ ഒരു വിഷയം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യത്തില്ല അവര്. നമ്മളിപ്പം ഒരു തെറ്റ് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവിടെ ചോദ്യം ചെയ്യത്തില്ല. അവർ നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഓഡിയൻസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മളെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് പോലും ചോദ്യം ചെയ്യപ്പെടാം. അത് മനസ്സിലാക്കി തന്നെയാണ് ഏറ്റവും നല്ല അധ്യാപകരെ. അപ്പൊ ഞാനല്ല കൂടുതൽ ക്ലാസ് എടുക്കുന്നത്, ഏറ്റവും നല്ല അധ്യാപകരെ അവരുടെ മുമ്പിലോട്ട് നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ 100% ഉറപ്പുവരുന്നു. ഞങ്ങൾ സജ്ജമാണ്. ഇപ്പൊ ടീച്ചിങ്ങിന്റെ കാര്യത്തിലായാലും HSCയുടെ കാര്യത്തിലായാലും സെറ്റായാലും ഇനി വരാൻ പോകുന്ന നെറ്റ് കോഴ്സ് ആയാലും ഞങ്ങൾ സജ്ജമാണ്. അത്രമാത്രം ഹോംവർക്ക് ചെയ്ത് കോഴ്സ് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഈ കോഴ്സ് അവരുടെ മുമ്പിലോട്ട് കൊടുക്കുന്നത്. അല്ല ഒരു സുപ്രഭാതത്തിൽ കോഴ്സ് വിളിച്ചിട്ട് ചുമ്മാ ക്ലാസ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സാറിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ വലിയൊരു വിജയം കാണട്ടെ. നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു പാർട്ട്ണർ നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്കും ആ ഒരു വിജയം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇതിലൂടെ രക്ഷപ്പെടണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ നമ്മുടെ കോഴ്സിൽ ഇപ്പം HSC ഇംഗ്ലീഷിൻ്റെ കോഴ്സിലാണെങ്കിലും സെറ്റ് ഇംഗ്ലീഷ് കോഴ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും സാർ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും കാണാം. ബൈ. താങ്ക് യു വെരി മച്ച്.